ഇന്ന് നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ പലരും ആദ്യം ചിന്തിക്കുന്നത് ഹൃദയത്തിൻ്റെ ഹെൽത്ത്, ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, വെയിറ്റ് കുറയ്ക്കണം, പ്രോട്ടീൻ, ജിമ്മ്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വയറ് ശരിയാക്കാതെ നമ്മൾ എന്തും ശരിയാക്കിയിട്ട് കാര്യമില്ല. കാരണം വയറിൽ വലിയൊരു ലോകമുണ്ട്. വയറ്റിനുള്ളിൽ ശരിക്കും ഗട്ട് മൈക്രോബ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കാരണം വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ട്രില്യൻസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ട്രില്യൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാം അത് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയ അല്ല. ശരീരത്തിന് നല്ല ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയ ഉണ്ട്. ഇവ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ പ്രതിരോധ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ പല സ്റ്റഡീസ് പ്രകാരം നമ്മുടെ മൂഡാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും സ്ലീപ്പിനെ വരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഗട്ട് ഹെൽത്ത് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ടും പല പഠനങ്ങളിലും പറയുന്നുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഗട്ട് ഹെൽത്ത്. ഈ ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം മോഡേൺ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഗട്ടിനെ തകർക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറോ വെജിറ്റബിൾസോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളോ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പാക്കേജ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഷുഗറി ഡ്രിങ്ക്സ്. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങും, രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കും. നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ വയറിനെ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വയറിൽ ഗ്യാസ് ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും, അസിഡിറ്റി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് ഒറ്റയടിക്കല്ല, പതുക്കെ പതുക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള ടിപ്പുകളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ വയറിനെ ശരിയാക്കാതെ നമുക്ക് എന്തും ശരിയാക്കിയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടതാണ്. വളരെ ഫേമസ് ആയിട്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നല്ല ബാക്ടീരിയ ആണ് പ്രോബയോട്ടിക്. വയറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോബയോട്ടിക്. പ്രോബയോട്ടിക് ഡ്രിങ്ക് കുടിക്കൂ, ക്യാപ്സൂൾ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും പറയാറുണ്ട്. ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാം. ഗുഡ് ബാക്ടീരിയ നമ്മൾ ക്യാപ്സൂളിലൂടെ കിട്ടുന്നൊരു സാധനമല്ല. ഓക്കെ, അതുമാത്രമല്ല ഗുഡ് ബാക്ടീരിയക്ക് എന്ത് വേണം? അതിന് ഭക്ഷണം വേണം. ആ ഭക്ഷണമാണ് പ്രീബയോട്ടിക്. ഓക്കെ, ഇപ്പോൾ പ്രോബയോട്ടിക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീബയോട്ടിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും എവിടെ നിന്ന് കിട്ടും, എങ്ങനെ നമുക്ക് കഴിക്കാമെന്നുള്ള പറയാം. അപ്പോൾ ആദ്യം പ്രോബയോട്ടിക് എന്താണെന്നുള്ള പറയാം. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സഹായകരമായിട്ടുള്ള നല്ല ബാക്ടീരിയയാണ് പ്രോബയോട്ടിക്. ഇത് പല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിലുണ്ട്. തൈരിലുണ്ട്, കെഫീറിലുണ്ട്, ഫെർമെൻ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ പുളിപ്പിച്ചിട്ടുള്ള മാവിലൊക്കെ ഉണ്ട്, കിംജിയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ നമ്മൾ പലപ്പോഴും ഈ ഫെർമെൻറ്റഡ് ഫുഡുകൾ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഇഡലിയും ഒക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്, മോരും തൈരും എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതില്ല. ഇത് വയറിൻ്റെ മൈക്രോബിന് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തൈര് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്, മോര് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് പോലും ശരിക്കും തൈര് കഴിക്കുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല. വരുന്നില്ലെങ്കിൽ അത് കഴിക്കുക, കാരണം അധികം വിലയില്ല. നിങ്ങൾ ഈ പ്രോബയോട്ടിക് ക്യാപ്സൂളൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഫൈബറൊന്നും ഇല്ലാതെ ജങ്ക് ഫുഡ്സ് ആണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു പ്രശ്നക്കാരനാണ്. ഈ ബാക്ടീരിയയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് വേണം? ആഹാരം കൊടുക്കുകയും വേണം. ഒരു ഫിഷ് ടാങ്കിൽ നമ്മൾ മീനെ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. നമ്മളതിന് മീനിന് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. അതാണ് പ്രീബയോട്ടിക്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബാക്ടീരിയയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അതിനിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അതാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. ഫൈബർ റിച്ച് ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഫൈബറുള്ള, നാരുകളുള്ള ഫുഡുകൾ, പഴം, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഓട്സ്, ചിയാ സീഡ്സ്, ആപ്പിൾ, പൊട്ടറ്റോ പോലുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഗട്ട് ബാക്ടീരിയയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കണം? ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രീബയോട്ടിക്കും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ പ്രോബയോട്ടിക്കും വേണം, പ്രീബയോട്ടിക്കും വേണം. അപ്പോൾ എങ്ങനെ നമുക്കിത് എളുപ്പം ആഡ് ചെയ്യാം? ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് സിൻബയോട്ടിക്. ഇതൊരു മിറാക്കിൾ ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല, പക്ഷേ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും നമ്മുടെ വയറിന് നല്ല ഒരു ആഹാരമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എങ്ങനെ നമുക്ക് ചേർക്കാം? ഒരു തൈര് എടുക്കുക, അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്യുക. ഒരു 30 മിനിറ്റ് നല്ലോണം ആഡ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് വിശപ്പുള്ളപ്പോൾ കഴിക്കാം. ഇപ്പോൾ ചിയാ സീഡ് ഒരു പ്രീബയോട്ടിക്കാണ്. അത് നമ്മുടെ ബാക്ടീരിയയുടെ ആഹാരമാണ്. നമ്മുടെ തൈര് ഒരു പ്രോബയോട്ടിക്കാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുക. ആദ്യം ആഡ് ചെയ്യുമ്പം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോട്ട് മാറുക. 1 ടീസ്പൂണിൽ കൂടുതൽ ഒരു കാരണവശാലും ആഡ് ചെയ്യരുത്, നല്ലതല്ല. കാരണം നമുക്ക് വയറിൽ വീണ്ടും ബ്ലോട്ടിങ്ങും ഗ്യാസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തുടക്കക്കാർ കുറച്ച് മാത്രം ആഡ് ചെയ്ത് നോക്കുക. വയറിന് പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇതൊന്ന് ആഡ് ചെയ്ത് കഴിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നട്ട്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് സീഡ്സ്, ഇപ്പോൾ പംകിൻ സീഡോ അതുപോലെ തന്നെ എന്തെങ്കിലും സീഡുകൾ കുറച്ച് ആഡ് ചെയ്യാം. അമിതമായി ആഡ് ചെയ്യരുത്, 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ വയറ് നല്ലോണം ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങും, മലബന്ധം പോയി തുടങ്ങും, വയറുള്ള ദഹനങ്ങൾ പ്രോപ്പറാകും, അതുപോലെ ഗ്യാസ് പ്രശ്നങ്ങളും ബ്ലോട്ടിങ്ങും വരെ കുറയും. പക്ഷേ കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. ഒറ്റയടിക്ക് നമ്മൾ ആഡ് ചെയ്ത് കളയരുത്.
അങ്ങനെ ആഡ് ചെയ്താൽ ബ്ലോട്ടിങ്ങും ഗ്യാസും കൂടാൻ സാധ്യതയുണ്ട്. കാരണം വയറിന്റെ ബാക്ടീരിയയെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഈ തൈരും ഈ ചിയാ സീഡും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാവില്ല. ഈ മരുന്നുകൾ കഴിക്കാനാണ് പല ഡോക്ടേഴ്സ് വരെ ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് മരുന്നുകൾ കൊടുക്കേണ്ടത് ICU പേഷ്യൻസിനും കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിനും അതുപോലെ സിവിയർ ഈ പ്രതിരോധ ശക്തിയൊക്കെ കുറവുള്ള ആളുകൾ, ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാപ്സുകൾ വെറുതെ കഴിക്കാനായിട്ട് പാടില്ല, അത് നല്ലതല്ല. അപ്പോൾ അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രീബയോട്ടിക് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ക്യാപ്സൂൾ കഴിക്കണം എന്നുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ പ്രീബയോട്ടിക്കും വേണം പ്രോബയോട്ടിക്കും വേണം. എന്തൊക്കെ ആഹാരത്തിൽ പ്രീബയോട്ടിക് ഉണ്ട്, എന്തൊക്കെ ആഹാരത്തിൽ പ്രോബയോട്ടിക് ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് രാത്രി 2 മണിക്ക് ഉറങ്ങുന്നു, ഡെയിലി ജങ്ക് ഫുഡ് കഴിക്കുന്നു, അതുപോലെ ഫൈബർ വളരെ കുറയ്ക്കുന്നു, വ്യായാമം വളരെ കുറവാണ്, മധുര പലഹാരങ്ങളും മധുര ജ്യൂസുകളും ബേക്കറി ഫുഡുകളും കഴിച്ചാൽ നമ്മുടെ വയറ് മോശമാവും. അതായത് നമ്മളൊരു ഫിഷ് ടാങ്കിലിട്ടു, മീന് തീറ്റയും കൊടുത്തു, പക്ഷെ അതിനോടൊപ്പം നമ്മൾ കുറച്ച് പെപ്സിയും കൊക്കക്കോളയും അതുപോലെ കുറേ ജങ്ക് ഫുഡ്സൊക്കെ വെള്ളത്തിലിട്ടാൽ ആ മീൻ ചത്തുപോകും അല്ലേ? നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കണം. അതായത് മോശമായിട്ടുള്ള ഉറക്കം, മോശമായിട്ടുള്ള ആഹാരം, മോശമായിട്ടുള്ള ഈ പാനീയങ്ങൾ, വ്യായാമമില്ലായ്മ, അപ്പം ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് വേണം പ്രീബയോട്ടിക്കോ പ്രോബയോട്ടിക്കോ കൊടുക്കാൻ. അപ്പോൾ ഫൈബർ എപ്പോഴും ആഡ് ചെയ്യുക. നിങ്ങൾ കുട്ടികൾക്കും അത് കൊടുത്ത് ശീലിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു ക്യാരറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ വെള്ളരിക്കോ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല. അവർക്ക് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമില്ല. കാരണം അതിന് അവർക്ക് ഡോപ്പമിൻ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നില്ല. അതിന് വരെ ഒരു ചെറിയൊരു കേക്കോ ഒരു ബേക്കറി ഐറ്റമോ കൊടുത്താൽ കുട്ടിക്ക് വളരെ പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും. കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മുടെ വയറിൽ ബാക്ടീരിയ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ വെജിറ്റബിൾസ് കഴിക്കണം. ഇതുപോലെ അധികമായിട്ടുള്ള മധുരമില്ലാത്ത ഫ്രൂട്ട്സുകളെല്ലാം സ്ഥിരമായി കഴിക്കണം. ഇതെല്ലാം നമ്മുടെ വയറിൻ്റെ ഒരു ഗട്ട് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കരുത്. ഡോക്ടർ തരുന്നുണ്ടെങ്കിൽ തന്നെ ചോദിക്കണം, ഡോക്ടർ ഇന്ന് കഴിക്കണോ അതോ 3 ദിവസം കഴിഞ്ഞ് അസുഖം മാറിയില്ലെങ്കിൽ കഴിച്ചു തുടങ്ങിയാൽ മതിയോ? അൺനെസസറി ആയിട്ട് മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം വയറുള്ള ബാക്ടീരിയ അത് നശിപ്പിക്കും. അതുപോലെ ആവശ്യമില്ലാതെ പല ആളുകളും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക, അതും ഒഴിവാക്കണം. ഉറക്കത്തിനെയും സ്ട്രെസ്സിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലരും അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മോശമായിട്ടുള്ള ഉറക്കമുണ്ട്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നല്ല ബാക്ടീരിയകളെല്ലാം ഇല്ലാതാവും. നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയർ റീസെറ്റ് ചെയ്യാൻ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ 5M മെത്തേഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് എങ്ങനെ നോർമലാക്കാം, നമുക്ക് ഏജിങ് എങ്ങനെ തടയാം, എങ്ങനെ പ്രായം കൂടുന്ന എങ്ങനെ തടയാം, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്നുള്ളത് 5M മെത്തേഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു കോഴ്സാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് പല മരുന്നുകളും നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്, പല മരുന്നുകളും കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഫാറ്റ് ലെവൽ റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, വയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് ഒരു വളരെ നല്ലൊരു പ്രോഗ്രാമാണ് 5M ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മുടെ വയറിൻ്റെ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. വയറിൻ്റെ ഹെൽത്ത് ഫോക്കസ് ചെയ്താൽ നമുക്കൊരു ഹെൽത്തി ഫ്യൂച്ചർ കിട്ടുമെന്ന് ഓർത്തിരിക്കുക. ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.